കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഭരണപക്ഷം നേരത്തെ ഭരിച്ചിരുന്നവരെക്കുറിച്ച് ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അതിനുമുമ്പ് പ്രതിപക്ഷവും ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ മറുപടിയായിട്ട് ഇവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇപ്പോൾ നമ്മോടൊപ്പം താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് നേരത്തെ ഭരിച്ചിരുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AK നാസർ മാസ്റ്റർ, അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. താഴേക്കോട് മുസ്ലിം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ ഉണ്ട്, അതുകൂടെ ജനറൽ സെക്രട്ടറി അഫ്സൽ. നമുക്ക് മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിക്കാം, നിങ്ങൾ ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ ആകെ ഒരു വികസനം മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്ന് ചൂണ്ടിക്കാണിക്കാമെന്നാണ് CPM നേതാവ് ലോക്കൽ സെക്രട്ടറി പറഞ്ഞത്. പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞത് അങ്ങനെ നേരത്തെ UDF ഭരണകാലത്ത് പ്രത്യേകിച്ച് വികസനമൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു വികസനം മാത്രം എന്താണെന്ന് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. വേറെന്തെങ്കിലും വികസനം നടത്തിയിട്ടുണ്ടോ എന്നറിയാനും ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. ഒന്ന് വിശദീകരിക്കാമോ LDF ആരോപണങ്ങൾക്കുള്ള ഒരു മറുപടി എന്ന നിലയിൽ? അവർ ഈ ആധുനിക കാലത്തും ടെക്നോളജിയുടെ വിപുലമായ സംവിധാനങ്ങളുള്ളൊരു കാലഘട്ടത്തിലും കിണറ്റിലെ തവളയെപ്പോലെ അവരൊറ്റ വികസനം മാത്രം കാണുന്നു എന്ന് പറഞ്ഞാൽ ഇത് നാട്ടിലെ ആളുകൾക്കൊന്നും ബോധ്യമാവില്ല എന്നുള്ള ഒരു വളരെ മോശപ്പെട്ടിട്ടുള്ള ഒരു ചിന്തയാണ് അവർക്കുണ്ടായിട്ടുള്ളത്. താഴേക്കോട് പഞ്ചായത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ത്രിതല സംവിധാനം വന്നതിന് ശേഷം, അതായത് 30 വർഷം പൂർത്തിയാവുകയാണ് ഈ വർഷത്തോടു കൂടി. ഇതിൽ 10 വർഷമാണ് UDF ഭരിച്ചത്, 19.5 വർഷം ഭരിച്ചത് LDF ആണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നൊരു കാലഘട്ടം ഏതാണെന്ന് ഇവിടുത്തെ ഏതൊരു യുവാക്കളോടും ഏതൊരു പ്രായം ചെന്ന ആളുകളോടും ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് മറുപടി അറിയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം താഴേക്കോട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തൊരു കാലഘട്ടമാണ് 2010 മുതൽ 20 വരെയുള്ള കാലഘട്ടം. 10 മുതൽ 15 വരെ ഞാൻ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, റഷീദ് മാഷൊക്കെ അതിൽ മെമ്പറായിട്ടുണ്ട് ആ സമയത്ത്. 15 മുതൽ 20 വരെയാണ് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചത്. അതിൽ ഈ താഴേക്കോട് കൃഷിഭവൻ, ഒരുപാട് വർഷം മുമ്പുള്ള കൃഷിഭവൻ പൊളിച്ച് പൂർണ്ണമായിട്ടും പുതുക്കി പണിതത് ആ കാലഘട്ടത്തിലാണ്. അതിൻ്റെ തൊട്ട് പുറകിൽ മൃഗാശുപത്രി ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. അത് പൊളിച്ച് പുതുക്കി പണിതത് ആ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ താഴേക്കോട് പഞ്ചായത്തിലെ 33 അംഗൻവാടികളിൽ 19 അംഗൻവാടിയും കോൺക്രീറ്റ് കെട്ടിടമാക്കിയത് ആ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ പുതിയ 473 കോൺക്രീറ്റ് റോഡുകൾ താഴേക്കോട് പഞ്ചായത്തിൽ, അതിന് മുമ്പത്തെ ഭരണസമിതി ഒരു കോൺക്രീറ്റ് റോഡ് പോലും ഉണ്ടാക്കിയിട്ടില്ല. ഈ പാത്വേ, വീതി പറഞ്ഞ സ്ഥലത്ത് പാത്വേ എന്നുള്ള പേരിൽ കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിച്ചത് നമ്മളാണ്. അതേപോലെ 1000-ൽ പരം വ്യത്യസ്ത റോഡുകളുടെ വ്യത്യസ്ത സമയങ്ങളിലായിട്ട് വിവിധ പദ്ധതികൾ വെച്ചുകൊണ്ട് 1000-ൽ പരം റോഡുകൾ, ഒരു റോഡ് തന്നെ 2-3 പ്രാവശ്യമായിട്ട് ഘട്ടമായിട്ട് എടുക്കുമ്പോൾ 1000-ൽ പരം റോഡുകളുടെ പ്രവർത്തനം പൂർത്തീകരിച്ചത് ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ റോഡുകൾ മാത്രമല്ല, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യമാണത്. PEC, പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്, അത് വിളിച്ചേർക്കിയ കാര്യങ്ങൾ ആലോചിക്കുക ചെയ്യണില്ല. പഞ്ചായത്തിലെ പഞ്ചായത്തിൽ പഠിക്കുന്ന സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരുപാട് പ്രൊജക്റ്റുകളുണ്ടായിരുന്നു. LSS USSുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്ങുകൾ, അതേപോലെ തന്നെ കുട്ടികളെ വിദ്യാദീപം എന്ന് പറഞ്ഞിട്ട് SC കുട്ടികൾക്ക് മാത്രം സ്കൂൾ സമയത്തിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കൂടി കൊടുത്തിട്ടുള്ളൊരു പ്രോഗ്രാം, അതേപോലെ തന്നെ ജാലകം എന്ന പേരിൽ മുതിർന്ന ആളുകൾക്ക്, ഉമ്മമാരും വല്യമ്മമാരുമായിട്ടുള്ള ആളുകൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി, തുല്യതാ പരീക്ഷ 10ാം ക്ലാസ് എഴുതാൻ വേണ്ടി നമ്മളൊരു പ്രോഗ്രാം വെച്ചു. അതിൽ 485 ആളുകൾ അപേക്ഷ തന്നതിൽ 471 ആളുകളും, പരീക്ഷ എഴുതിയതിൽ 471 ആളുകളും ജയിച്ചു. അത് കേരളത്തിൽ വേറൊരു പഞ്ചായത്തിലുണ്ടായിട്ടില്ല. അത്ര മികവുറ്റ ഒരു പ്രോഗ്രാം നടത്തിയ ഒരു പഞ്ചായത്താണ് താഴേക്കോട് പഞ്ചായത്ത്. അതേപോലെ ഭരണകാലത്താണോ ഇങ്ങനെ വിജയം? ഈ പരിപാടികളൊക്കെ നമ്മളെ ഭരണകാലത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വിജയരഥം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി, അതായത് 7ാം ക്ലാസ് തൊട്ട് +2 വരെ കുട്ടികൾക്ക് IAS പരീക്ഷ എഴുതാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്നൊരു പരിപാടിയാണ്. 7ാം ക്ലാസ്സിലെ കുട്ടികളെ സ്കൂൾ തലത്തിലൊരു ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ നടത്തും. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കുട്ടികളെ 20 വീതം കുട്ടികളെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എക്സാം നടത്തി ആകെ 50 കുട്ടികളെ ഒന്ന് സെലക്ട് ചെയ്യും. ആ 50 കുട്ടികൾക്ക് പഞ്ചായത്തിൽ വെച്ചിട്ട് ഒരു കൊല്ലത്തെ ട്രെയിനിങ്, 7 കഴിഞ്ഞാൽ 8-ലും, 8 കഴിഞ്ഞാൽ 9-ലും, 9 കഴിഞ്ഞാൽ 10-ലും, 10 കഴിഞ്ഞാൽ 11-ലും, 12-ലും പഠിക്കുന്ന കുട്ടികൾക്ക്. അത് ബിജു IAS കലക്ടറായ സമയത്ത് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. ജാഫർ മാലിക് കലക്ടറായ സമയത്ത് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് IAS പരീക്ഷയ്ക്ക് കുട്ടികളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ട്രെയിനിങ് കൊടുത്തൊരു പഞ്ചായത്താണ് ഈ പഞ്ചായത്ത്.
അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നിങ്ങളുടെ കാലത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ നേരത്തെ അവരുന്നയിച്ച മറ്റൊരു ആരോപണം കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. അക്കാര്യത്തിലൊന്നും UDFൻ്റെ ഭരണകാലത്ത് ഒരു നീക്കവും ഉണ്ടായില്ല എന്ന ആരോപണമുണ്ട്. അങ്ങനെ അതിനൊരു വിശദീകരണം. താഴെക്കോട് പഞ്ചായത്തിൽ ഈ കാലഘട്ടത്തിൽ 68 ചെറുകിട കുടിവെള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. SC കോളനികളിലടക്കം 68 ചെറുകിട കുടിവെള്ള പദ്ധതികൾ. അപ്പോൾ അവർ പറയുന്ന ഒരു സംഭവം ഞാൻ മനസ്സിലാക്കിയത് ഈ മുറിയങ്കണ്ണി കുടിവെള്ള പദ്ധതിയാണ്. ആലിപ്പറമ്പ് താഴെക്കോട് പഞ്ചായത്തുകൾക്ക് വേണ്ടി ബഹുമാന്യനായ അലി സാഹിബ് മന്ത്രിയായിരിക്കുമ്പോൾ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തുടങ്ങി വെച്ചൊരു പദ്ധതിയാണത്. ആ സമയത്ത് ഇവിടെ ഭരിക്കുന്നത് താഴെക്കോട് പഞ്ചായത്ത് ഭരിക്കുന്ന UDF ആണ്. അപ്പോൾ അതിൻ്റെ ടാങ്ക് നിർമ്മിക്കാൻ വേണ്ടി വെള്ളപ്പാറയിൽ 20 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. 20 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന കപ്പാസിറ്റിയുള്ള ഒരു ടാങ്ക് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് മാറ്റിവെച്ചത് UDF ആണ്. അവർ പറഞ്ഞ മറ്റൊരു ടാങ്കാണ്. അപ്പോൾ അത്രയും പണിയെടുക്കുകയും മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി MLAയുടെ കൂടെ, മന്ത്രിയുടെ കൂടെ, അലി സാഹിബിൻ്റെ കൂടെ തിരുവനന്തപുരത്തേക്കൊക്കെ ഒരുപാട് പോയി. അങ്ങനെയാണ് ഈ 2 പഞ്ചായത്തിലേക്കുമുള്ള പദ്ധതിയായി വന്നത്. പക്ഷേ അവർ പറഞ്ഞപ്പോൾ ആലിപ്പറമ്പ് പഞ്ചായത്തിന് ഒഴിവാക്കി താഴെക്കോട്ടേക്ക് മാത്രം വന്നൊരു പദ്ധതിയായിട്ടാണ് പറഞ്ഞത്. അവരുടെ കാലഘട്ടത്തിലുണ്ടായത് സത്യത്തിൽ 1ാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇത് പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് ഈ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിന് ശേഷം 5 വർഷക്കാലം ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതെ ഈ കുടിവെള്ള പദ്ധതി അങ്ങനെ ഇട്ടു. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അതുപോലെ തന്നെ അവിടെ മുറിയങ്കണ്ണി ഇവിടെ തൂതയിൽ വെട്ടിച്ചുരുക്കൽ, അവിടെ കിണർ, ഇത് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം ആവശ്യമായിട്ടുള്ള ടാങ്ക് നിർമ്മാണവും പിന്നെ പമ്പിംഗ് മെയിനും ഡിസ്ട്രിബ്യൂഷൻ ലൈനും ഒന്നും ഇടാതെ 5 വർഷക്കാലം നീട്ടിക്കൊണ്ടുപോകാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പിന്നീട് ഇത് തുടങ്ങിയത്. ഇവിടെ മാത്രമല്ല, വട്ടത്തൂരും പരിസര പ്രദേശങ്ങളിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും അത് വന്നിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തിന് ഈ പദ്ധതിയിൽ ഒരു റോളും ഇല്ല എന്നുള്ളതാണ് വസ്തുത. മറ്റൊരു കാര്യം പറയുന്നത് പാർപ്പിട ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് സുരക്ഷിതമായ ഭവനം ഉണ്ടാക്കുന്ന നല്ലൊരു പദ്ധതിയാണ്. അക്കാര്യത്തിലൊന്നും UDFൻ്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കം ഉണ്ടായില്ല. UDF ഭരിക്കുന്ന കാലത്ത് വളരെ കുറച്ച് വീടുകൾ മാത്രം കൊടുക്കുകയും ഇപ്പോൾ LDF ഭരണകാലത്ത് ഒരുപാട് വീടുകൾ കൊടുക്കുകയും ചെയ്യുന്ന കണക്ക് അവർ പറഞ്ഞിരുന്നു. അക്കാര്യത്തിൽ എന്താണ് പ്രതികരണം? 2010-15 വർഷക്കാലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ആ കാലഘട്ടത്തിൽ ഇവിടെ UDF ഭരിച്ചപ്പോൾ ഞാൻ വൈസ് പ്രസിഡൻ്റാണ്. അന്ന് 465 കുടുംബങ്ങൾക്ക് വീട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിണറായി വന്നതിന് ശേഷം 2016, 20, 21 കാലഘട്ടമാണ് ഈ പറയണത്. അത് സത്യമാണ്, നമുക്ക് 70 വീടേ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിന് കാരണം എന്താണ് എന്ന് വെച്ചാൽ ആ സമയത്തുള്ള ഒരു മാനദണ്ഡമാണ്. വീട് കിട്ടണമെങ്കിൽ ആവശ്യമായിട്ടുള്ള മാനദണ്ഡം, വീട് കിട്ടണമെങ്കിൽ റേഷൻ കാർഡ് വേണം. റേഷൻ കാർഡ് ആയിരിക്കും ഉണ്ടാവുള്ളൂ വീടുള്ളവർക്ക്. വീടില്ലാത്ത ഒരാൾക്കും റേഷൻ കാർഡ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ പരിസരത്തുള്ള പഞ്ചായത്തുകളിലെ വീടുകളുടെ എണ്ണം നോക്കും. ഏലംകുളം CPM ഭരിച്ചതാണ്, 50-ൽ താഴെയാണ്. മേലാറ്റൂർ CPM ഭരിക്കണ സമയത്ത് അവിടെ 50-ൽ താഴെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പരിസര പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുക്കാൻ അന്നും കഴിഞ്ഞത് താഴെക്കോട് പഞ്ചായത്തിനാണ്. പക്ഷേ നമ്മളെക്കാൾ കുറച്ച് കൂടുതൽ അന്ന് CPM ഭരിച്ചിരുന്ന പുലാമന്തോളിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് കാരണം അവർ പുതിയ വീടുകളല്ല കൊടുത്തത്. നിലവിൽ റേഷൻ കാർഡുള്ള ആളുകളെ വീട് പൊളിച്ച് കളഞ്ഞ് അത് VOമാർ ഒരു അണ്ടർസ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് കുറേ ആളുകളെ കൊണ്ട് നിലവിൽ വീട് പൊളിപ്പിച്ചു. അവർക്ക് സ്വാഭാവികമായിട്ടും റേഷൻ കാർഡ് ഉണ്ടാവുമല്ലോ. അത്തരം കുറച്ച് വീടുകളുടെ നമ്പർ അവർക്ക് കൂട്ടാൻ കഴിഞ്ഞു. ബാക്കി CPM ഭരിക്കുന്ന ഒരു പഞ്ചായത്തിലും ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വീടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നേരത്തെ LDFൻ്റെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റും CPM നേതാവും ഒക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ കാലത്ത് ഏറ്റവും മികച്ച ഭരണ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ ഒരു ബിൽഡിംഗ് മാത്രം കെട്ടിയിട്ടുള്ളൂ എന്നതൊക്കെ പറഞ്ഞൊക്കെ നിങ്ങൾ ശരിക്കും വിശദീകരിച്ചു. അപ്പോൾ അവരുടെ ഈ ആരോപണങ്ങളെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അടുത്ത ദിവസമാണ് നമ്മളെ FHC ഹോസ്പിറ്റലിൻ്റെ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞത്. അതിന് 50 ലക്ഷം രൂപ പിന്നെ MLAയും അലി സാഹിബിൻ്റെ ഫണ്ടും 15 ലക്ഷം വന്ന് UDFൻ്റെ പഞ്ചായത്ത് മാറ്റിവെച്ചതാണ്. എന്നിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറെക്കുറെ പൂർത്തിയായിട്ടും ബാക്കി വരുന്ന പണിയെടുത്ത് അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി വൈകിപ്പിച്ചു. അത് നമ്മൾ ചെയ്തതാണ്. പിന്നെ ഇവിടെ ഹോമിയോ, അവിടേക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനം, ആയുർവേദ ഹോസ്പിറ്റൽ, അവിടേക്ക് ആവശ്യമായിട്ടുള്ള നവീകരണ പ്രവർത്തനം, ഇതൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ ചെയ്തതാണ്. ITIയുടെ കാര്യം പറഞ്ഞു. ITI ഇവിടെ തുടക്കം കുറിച്ചത് UDFൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. ഞാൻ തിരുവനന്തപുരത്ത് പോയി തൊഴിൽ വകുപ്പുമായി വിവിധ സമയങ്ങളിൽ ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ പേപ്പേഴ്സൊക്കെ ശരിയാക്കിയത്. അങ്ങനെ ഇത് കൊണ്ടുവന്നു. പക്ഷേ അതിന് സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല സ്ഥലങ്ങളും നോക്കി. അതിൻ്റെ സാങ്കേതിക പ്രശ്നം കാരണം ആ സമയത്ത് നമുക്ക് സ്ഥലം എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് നടപ്പാക്കാൻ പറ്റുന്ന ഒരു വർഷം എന്നുള്ള നിലക്ക് 2020 കാലഘട്ടമായിരുന്നു. അപ്പോൾ ആദിവാസികൾക്ക് വീട് വെക്കാൻ വേണ്ടി സ്ഥലം നമുക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. 2019 ലാസ്റ്റ് ഫണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ 2020 ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒരു പരിപാടി നമുക്ക് നടന്നില്ല. കാരണം 2020 മാർച്ച് മാസത്തിൽ കോവിഡ് ആരംഭിച്ചു.
കോവിഡ് ആരംഭിച്ചതിന് ശേഷം ലോക്ക്ഡൗൺ വന്നു. ലോക്ക്ഡൗൺ വന്നപ്പോൾ എല്ലാ പദ്ധതികളും മുടങ്ങി സ്ട്രക്കായിപ്പോയി. അതുകൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാത്ത ചില സംഗതികൾ. ഇപ്പോൾ ഈ അവരുടെ വീടുകളുടെ എണ്ണം പറയുമ്പോൾ 130ഓളം വീടുകളല്ലേ, 180 വീട്. അത് എല്ലാ പ്രോസസ്സും പൂർത്തീകരിച്ചിട്ട് പിന്നെ നമ്മൾ UDF വെച്ചതാണ്, അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവരുന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണോ താങ്കൾക്ക് പറയാനുള്ളത്? അതോ അവരുന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി കഴിഞ്ഞു വന്നു? തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ പ്രേരിതമാണ്, വളരെ വ്യക്തമാണല്ലോ. ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളോട് ചോദിച്ചാൽ അറിയാം. പിന്നെ ബഡ്സ് സ്കൂളിൻ്റെ ഒരു കെട്ടിടം ഇപ്പോൾ നിർമ്മിച്ചു, അത് മാൻഡേറ്ററി ആണ്, എല്ലാ പഞ്ചായത്തുകളിലും വേണം. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് മാറ്റി വെക്കാനുള്ള വകുപ്പുണ്ട്. നമ്മൾ ബഡ്സ് സ്കൂൾ തുടക്കം കുറിച്ച് നമ്മളാണ്. ആ തുടക്കം കുറിച്ച് അലി സാഹിബ് MLA ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉദ്ഘാടനം 13ാം വാർഡിൽ വെച്ചിട്ട് നിർവഹിച്ചൊരു വാർഡ് കെട്ടിടത്തിൽ. പക്ഷേ അത് കഴിഞ്ഞ ഉടനെയാണ് ലോക്ക്ഡൗൺ വന്നത്. ആ ലോക്ക്ഡൗൺ വന്നപ്പോൾ നമുക്കത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് ഭരണസമിതി മാറിയപ്പോൾ അവർ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചു എന്നുള്ള. പക്ഷേ ഈ ഒരു 4.5 വർഷക്കാലം ഈ ബഡ്സ് സ്കൂളിൻ്റെ കെട്ടിടം പൂർത്തിയാകുന്നതിന് മുമ്പ് അത് നടത്തിയിരുന്ന കെട്ടിടം അതുമായി ബന്ധപ്പെട്ടത് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചാണ്, ഒരുപാട് ആക്ഷേപങ്ങൾ വന്നതാണ്. പക്ഷെ അന്നൊന്നും ഫലപ്രദമായിട്ടത് ഒരു പരിഹാരം കണ്ട് കുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വം ഒരുക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഏതായാലും നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചർ പറഞ്ഞത് പ്രതിപക്ഷം അവരുടെ കടമയാണ് നിർവഹിക്കുന്നത്, ആരോപണങ്ങൾ ഉന്നയിക്കാം, അതിൻ്റെ മറുപടിയാണ് ഞാൻ തരുന്നതെന്ന രീതിയിലാണ് സോഫിയ ടീച്ചർ പറഞ്ഞത്. UDFൻ്റെ ഭരണകാലത്ത് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞതും ഒരു കെട്ടിടം മാത്രം നിർമ്മിച്ചു എന്ന് പറഞ്ഞത് CPM ലോക്കൽ സെക്രട്ടറിയാണ്. ഇതിനൊക്കെ വ്യക്തമായ മറുപടിയാണ്. ആ ആരോപണങ്ങളെല്ലാം ഘടകവിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നേരത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന AK നാസർ മാസ്റ്റർ അതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, ഇതിൻ്റെ വസ്തുതകളും സത്യങ്ങളും ഇതൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഈ താഴേക്കോടുള്ള ജനങ്ങളാണ് ഈ ആര് പറയുന്നതാണ് വ്യക്തതയുള്ളത്, ആര് പറയുന്നതിലാണ് വസ്തുതയുള്ളത്, സത്യമുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതും തീരുമാനിക്കേണ്ടതും വിവേചിച്ചറിയേണ്ടതും ഈ പഞ്ചായത്തിൽ താമസിക്കുന്ന ജനങ്ങളാണ്. സത്യങ്ങളും വസ്തുതകളും അവർ തന്നെ അറിയട്ടെ, അവർ തന്നെ തീരുമാനിക്കട്ടെ. തദ്ദേശ പോരാട്ടം വരികയാണ്, അവരാണ് ഇനി ആരാണ് തങ്ങളെ ഭരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതും. അത് ഏതുപോലെയാണ് അവർ തീരുമാനിക്കുന്നതെന്നറിയാൻ കാത്തിരിക്കുക. അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും രാഷ്ട്രീയ കക്ഷികളായാലും. ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്, നീള 24 ലൈവ്.